മക്കളെ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ബയോളജി എക്സാം ആണ് 10th ഏറ്റവും ലാസ്റ്റ് എക്സാം. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ബയോളജിയിൽ നമുക്ക് A+ വാങ്ങിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ പോലും കുഴപ്പമില്ല, ഇനിയുള്ള മണിക്കൂറുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് തന്നെ എത്താൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് A+ വാങ്ങിക്കാനും പറ്റും. പഠിച്ചു കഴിഞ്ഞവർ കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ വെയിറ്റേജ്, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ്, എന്നാലും പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. അപ്പം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തത് ഏതാണ്? പാർട്സ് ഓഫ് എവല്യൂഷൻ ആണ്. പരിണാമത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ മൊത്തം ചാപ്റ്റേഴ്സ് നോക്കിയാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചാപ്റ്റർ പാർട്സ് ഓഫ് എവല്യൂഷൻ ആണ്. അപ്പൊ ഇനി പഠിച്ചിട്ടില്ല അല്ലെ, പഠിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്ന മക്കൾ ആദ്യം ചെയ്യേണ്ടത് പാർട്സ് ഓഫ് എവല്യൂഷൻ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആദ്യം പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, പ്രത്യേകിച്ച് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗത്തുള്ള എല്ലാം നിങ്ങൾ പഠിക്കണം. അത് കൂടാണ്ട് ബ്രെയിന്, ന്യൂറോൺസ്, ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക. പിന്നെ എവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ട്രീസും കാര്യങ്ങളും, പിന്നെ ലാമാർക്കിസും ഡാർവിനിസും, ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന 3 ചാപ്റ്റേഴ്സും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 3 ചാപ്റ്റർ ആണ്. അതിൽ ബിഹൈൻഡ് സെൻസേഷൻ ആദ്യം പഠിക്കുക, പിന്നെ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം പഠിക്കുക, അതിനുശേഷം ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററും പഠിക്കുക. അപ്പൊ അതിൽ ബിഹൈൻഡ് സെൻസേഷൻ ആദ്യം പഠിക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. 7 മാർക്ക് എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ആദ്യം പഠിക്കുക, അതിനുശേഷം മറ്റു 2 ചാപ്റ്റേഴ്സും പഠിക്കുക. ലാസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ് ബയോളജി ആൻഡ് ടെക്നോളജി. അതിൽ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ് ചോദിക്കാറുണ്ട്, ക്രിസ്പർ ടെക്നോളജി ചോദിക്കാറുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ടെക്നോളജി നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ റീകോമിനന്റ് DNA ടെക്നോളജി, ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചാപ്റ്ററിൽ നിന്ന്. അവിടെ വെയിറ്റേജ് കുറവാണ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഇനി പഠിക്കാൻ ശ്രദ്ധിക്കുക, റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് ജീവന്റെ ജനിതകം, പിന്നെ പരിണാമത്തിന്റെ വഴികൾ, സംവേദനങ്ങൾക്ക് പിന്നിൽ, ജീവികളിലെ രാസ സംവേദനം, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, ജീവശാസ്ത്രവും, സാങ്കേതിക വിദ്യ, ഇങ്ങനെ 6 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അത് ഏതൊക്കെ ഓർഡറിലാണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞു. അതിനനുസരിച്ച് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മിസ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. എന്താണ്? സിനാപ്സസ് ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസസ് ബിറ്റ്വീൻ ന്യൂറോൺസ് ആൻഡ് റെഗുലേറ്റ് ദെയർ ഡയറക്ഷൻ ആൻഡ് സ്പീഡ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അത് 1 മാർക്ക് ആവട്ടെ, 2 മാർക്ക് ആവട്ടെ, 3 മാർക്ക് ആവട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. ഇനി ഐഡന്റിഫൈ ദ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻവോൾവ് ഹിയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ നെർവ് ഇമ്പൾസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 2 നെർവുകൾ തമ്മിൽ ആ ഇമ്പൾസ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കീവേഡ് എന്താണ്? നമ്മുടെ സിനാപ്സസ് ആണ് അടുത്ത കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ കീവേഡ്സ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതായിരിക്കും? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്നുള്ള കാര്യം അവിടുന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ കീവേഡ്സ് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി അടുത്ത കാര്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ ഹൗ ദ unidirectional transmission of impulses at a synapse is ensured. Okay, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ വെറുതെ ഇത് മുഴുവൻ എഴുതി പോയി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ സിനാപ്സിന്റെ ഈ ഒരു പിക്ചർ കാണാൻ പറ്റും, ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡയഗ്രാം നിങ്ങൾ അങ്ങ് വേഗം വരയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ വൃത്തിയിൽ പെൻസിലൊക്കെ വെച്ചിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ പേന വെച്ചിട്ട് അതിലൊരു തെറ്റ് വന്നു, അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും വരച്ചത് വൃത്തികേടാക്കരുത്. ഓക്കെ, അപ്പൊ എന്ത് ഡയഗ്രാംസ് വരയ്ക്കാനുണ്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെൻസിൽ വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. പിന്നെ ഡയഗ്രാം വരച്ചതിന് ശേഷം ഇതിന്റെ ബേസിക് നെയിമിംഗ് നിങ്ങൾ ഒന്ന് ചെയ്യുക അല്ലെ. ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ നമുക്ക് കാണാം, ഈ ഒരു ഗ്യാപ്പ് അല്ലെ, അതാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ആക്സോണൈറ്റും അതുപോലെ ഡെൻഡ്രൈറ്റും ആണ് കാണുന്നത്. അതൊക്കെ എന്താണ്? നിങ്ങൾ നെയിം ചെയ്യുന്ന സമയത്ത് വൃത്തിയിൽ ഒരു സൈഡിലേക്ക്, ഓക്കെ, ഒരു സൈഡിലേക്ക് തന്നെ നിങ്ങൾ നെയിം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല,
നിങ്ങളോട് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, റീഡ്രോ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ബ്രെയിനിന്റെ ഡയഗ്രാം ആണ്, അപ്പൊ ബ്രെയിനിന്റെ ഡയഗ്രാം നിങ്ങൾ റീഡ്രോ ചെയ്യുന്നു. റീഡ്രോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഒരു സൈഡിലേക്ക് തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വൃത്തിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ സിനാപ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് യൂണി ഡയറക്ഷണൽ ആയിട്ട്, ഇവിടെ നമുക്ക് ആരോ മാർക്കാണ് അല്ലെ, ഈ ഒരു യൂണി ഡയറക്ഷണൽ ആയിട്ട് എങ്ങനെയാണ് ഈ ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അങ്ങനെ യൂണി ഡയറക്ഷണൽ ആയിട്ട് പോകണമെങ്കിൽ ഈ ഒരു പിക്ചർ റെപ്രസെന്റ് ചെയ്തിട്ട് അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടും. 2 മാർക്കിനാണെങ്കിൽ 2 മാർക്കിൽ ഒരു അര മാർക്ക് പോലും ടീച്ചേഴ്സ് കട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ പേപ്പർ പ്രസന്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ മാർക്കിനെ കറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് മിസ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കാര്യം പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ എന്താണ്, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇത് റിലേറ്റഡ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഇവിടെ എക്സ് ആൻഡ് വൈ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ എക്സും വൈയും എന്താണ്, കൃത്യമായിട്ട് എക്സ് എന്ന് എഴുതിയിട്ട് അതേതാണെന്ന് എഴുതുക, വൈ എന്ന് എഴുതിയിട്ടും നിങ്ങൾ അതേതാണെന്ന് കൃത്യമായിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കംപ്ലീറ്റ് ആ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, ആ റെപ്രസെന്റേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ പേപ്പറിലേക്ക് എടുത്തെഴുതുക. അതിന് സമയമില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ ഈ എക്സും വേറൊരു കളർ, ഇപ്പൊ ബ്ലൂവും ബ്ലാക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെ. നിങ്ങൾ ബ്ലൂ വെച്ചിട്ട് എഴുതുന്നവരാണെങ്കിൽ ഈ എക്സ് എന്താണ്, ബ്ലാക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മിസ് അടുത്തത് പറയേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, RNAs are essential for this process. Explain based on their function. ഓക്കെ, അപ്പൊ അതായത് 3 ടൈപ്പ് ഓഫ് RNAs ഉണ്ട് അല്ലെ. അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് RNAസും അതിന്റെ ഫംഗ്ഷനും ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വാരി വലിച്ച് എഴുതി വെക്കരുത്, നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമാണ് അല്ലെ. ഈ 3 എണ്ണം ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് ഒരു വലിയൊരു പാരഗ്രാഫ് ആയിട്ട് നമ്മൾ അങ്ങ് എഴുതി വെക്കും അല്ലെ. ടീച്ചേഴ്സ് പിന്നെ പെറുക്കി നോക്കണം ഓരോന്ന് ഏതാണെന്ന്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ എന്താണ്, പെട്ടെന്ന് ടീച്ചേഴ്സിന് അത് ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പൊ അവിടെ മാർക്ക് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിലും അത് വൃത്തിയിൽ എഴുതാത്തോണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് പോകും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ആദ്യത്തേത് ഒരു നമ്പർ ഒക്കെ കൊടുക്കാം. ഓക്കെ, ഒരു നമ്പർ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ 1 കൊടുത്തു. എന്നിട്ട് എന്ത്, 1 ഏതാണ്, നമ്മുടെ mRNA ആണ്. അപ്പൊ mRNA എന്ന് നമ്മൾ എഴുതി. ഇനി പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളാരാണ്, നമ്മുടെ tRNA ആണ്. അപ്പൊ tRNA ഇതേപോലെ വൃത്തിയിൽ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഇനി മൂന്നാമത്തെ ആൾ ആരാണ്, ഇവിടെ നിങ്ങൾക്ക് ഇങ്ക് മാറ്റി എഴുതാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് മാത്രം നിങ്ങൾ ബ്ലൂവിൽ എഴുതി ബാക്കി ബ്ലാക്കിൽ എഴുതുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ നമ്മുടെ rRNA ഉണ്ട് അല്ലെ, rRNA ഉണ്ട്. ലൈവിൽ വന്നവർക്ക് അറിയാം, നമ്മൾ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാണ് അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ എഴുതാം. എന്നിട്ട് നിങ്ങൾ ഒരു ടേബിൾ ആക്കുക. എന്നിട്ട് എന്താണ്, ഓരോന്നിന്റെ ഫംഗ്ഷൻ ഇതിന് നേരെ വൃത്തിയിൽ എഴുതാം. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് അതൊരു ടാബുലേറ്റഡ് ഫോമിലേക്ക് അല്ലെ, ഒരു ടേബിൾ ആയിട്ട് വൃത്തിയിൽ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയെങ്കിലും നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എഴുതാം. ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും അല്ലെ. അപ്പൊ ആ വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം എഴുതേണ്ട പാറ്റേൺ ആണ് മിസ് പറഞ്ഞു. മിസ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നതാണ് കേട്ടോ. അത് ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? യാ, ഇനി അതിന്റെ മലയാളം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഐന്റെ പിക്ചർ ഉണ്ട്. ഐന്റെ പിക്ചർ പലപ്പോഴും നമ്മളോട് റീഡ്രോ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒന്നാണ് അല്ലെ. അതുകൂടാതെ ബ്രെയിനിന്റെ പിക്ചർ നമ്മളോട് റീഡ്രോ ചെയ്യാൻ ചോദിക്കും. ന്യൂറോണിന്റെ പിക്ചർ നമ്മളോട് റീഡ്രോ ചെയ്യാൻ ചോദിക്കും. ഇന്റേണൽ ഇയറിനെ ചോദിക്കാറുണ്ട്, ഇയറിനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളൂ. ഇത് 3 നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക കേട്ടോ മക്കളെ. അപ്പൊ ഐൻ്റെത് ഇവിടെ മിസ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് പഠിക്കുക. മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്ന് നെയിം ചെയ്യാൻ ഒരു സൈഡിലേക്ക് മാത്രം, അല്ലാണ്ട് നിങ്ങൾ എന്താണ് ഈ ഒരു പിക്ചർ വരച്ചിട്ട് ഇവിടുന്ന് ഒരെണ്ണം അവിടുന്ന് ഒരെണ്ണം ഇവിടുന്ന് ഒരെണ്ണം അങ്ങനെ നിങ്ങൾ നെയിം ചെയ്യരുത് കേട്ടോ. എല്ലാം എന്താണ് കൃത്യമായിട്ട് ഒരു സൈഡിലേക്ക് ആരോ മാർക്ക് ഇട്ട് നെയിം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏത് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് നോക്കിയാൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടിച്ച ഒരു ക്വസ്റ്റ്യനും ആണ്. എന്താണ്, എ സയന്റിസ്റ്റ് ഒബ്സർവ്സ് 2 distinct processes in the cell. In the first process, enzyme help to create a message. Okay, അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ആദ്യത്തെ പ്രോസസ്സിൽ എന്താണ് ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു.
മോളിക്യൂൾ ഫ്രം DNA. ഓക്കെ, ഒരു മെസ്സേജ് മോളിക്യൂളിനെ അവിടെ നിർമ്മിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ സെക്കൻഡ് പ്രോസസ് ദിസ് മെസ്സേജ് മോളിക്യൂൾ reaches the ribosome and the product is formed. നോക്കിയേ, എന്ത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്താൽ മാത്രമാണ്, ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്താൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബേസിക്കലി നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പ്രോട്ടീൻ സിന്തസിസിൽ ആദ്യം mRNA ഫോം ചെയ്യുന്നുണ്ടല്ലോ, ആ mRNA കാര്യമാണ് ഇവിടെ ക്രിയേറ്റഡ് മെസ്സേജ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഇത് എന്താ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇതേപോലുള്ള കീവേഡ്സ് എപ്പോഴും നോട്ട് ഡൗൺ ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്, ഒരു സംശയമില്ല. അപ്പം നിങ്ങൾ ഏതൊരു പ്രോസസ്സ് പഠിച്ചാലും, ഇവിടെ പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ള ആ ഫിനോമിനൻ പഠിച്ചാലും ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് നിങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? മെസ്സേജ് മോളിക്യൂൾ ഫ്രം DNA അല്ലെ, അതാണ് ഇവിടുത്തെ ഒരു കീവേഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈബോസോമിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. റൈബോസോമിൽ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത് അല്ലെ. അപ്പൊ റൈബോസോമിൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? യെസ്, റൈബോസോമിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യണം അല്ലെ. അപ്പൊ ഈ രണ്ടാമത്തെ സെന്റൻസ് ആണ് കുറച്ചും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ രണ്ടാമത്തെ സെന്റൻസിൽ കീവേഡ്സ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് അവിടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നെയിം ദ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? വാട്ട് ഇസ് ദ significance of message molecule in the second process. Okay, അപ്പൊ ആ മെസ്സേജ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ mRNA ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലായോ? ഇത് മറ്റൊരു ഒറ്റ ഒരു എക്സാമ്പിൾ ആണ് എടുത്തത്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം എന്താണ് ഇതേപോലത്തെ ടൈപ്പ് ഓഫ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാലും സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ആ കീവേഡ്സ് ആദ്യം നോട്ട് ഡൗൺ ചെയ്യുക. ആ കീവേഡ്സ് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ കീവേഡുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബയോളജിയിൽ ഫുൾ A+ വാങ്ങിക്കാൻ പറ്റും. ഈവൻ ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ബയോളജിയിൽ ലാസ്റ്റ് നിമിഷം കൊണ്ടുപോയിട്ട് നിങ്ങൾ മാർക്ക് കളയരുത്. പിന്നെ പേപ്പറിൽ കൃത്യമായിട്ട് ആ മാർജിൻ ഒക്കെ വൃത്തിയിൽ വരയ്ക്കുക. പിന്നെ ആ ക്വസ്റ്റ്യൻ നമ്പറുകളൊക്കെ വൃത്തിയിൽ എഴുതുക. ഇപ്പൊ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അപ്പൊ നിങ്ങൾ അതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വെക്കരുത്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇട്ടിട്ട് അതിന്റെ ഒരു ലൈൻ വിട്ടിട്ട് താഴെ A എന്ന് എഴുതുക, എന്നിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് B എഴുതുക. ഓക്കെ, ആ രീതിയിൽ സബ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും എഴുതാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോയി എഴുതരുത്. അപ്പൊ വീണ്ടും എന്താണ്, അതൊരു വൃത്തി ഉണ്ടാവില്ല പ്രസന്റേഷൻ. അപ്പൊ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആള് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല, നിങ്ങളുമായിട്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരു ടീച്ചറാണ് നിങ്ങളുടെ പേപ്പർ നോക്കാൻ പോകുന്നത് അല്ലെ. മെയിൻ എക്സാമിന്റെ ഇതുവരെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ് നോക്കിയത്, അവർക്ക് നിങ്ങളെ അറിയാം. പക്ഷെ ഇനിയുള്ള ആൾക്കത് അറിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് അതിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഈ രീതിയിൽ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫുൾ മാർക്കും വാങ്ങിക്കാം, അതുപോലെ A+ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പൊ ഇനിയുള്ള മണിക്കൂറുകൾ മക്കൾ കളയരുത്. കൃത്യമായിട്ട് തന്നെ വൃത്തിയിലിരുന്ന് റിവൈസ് ചെയ്യുക. കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് അല്ലെ, അതെല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. ഇതുപോലുള്ള കീവേഡ്സുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും തകർത്ത് എക്സാം എഴുതുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എക്സാം എല്ലാവർക്കും എളുപ്പമാവട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ബൈ ബൈ.